നമസ്കാരം. മഹാഭാരതത്തിലെ രണ്ട് ഇതിഹാസങ്ങളിലൊന്ന് രാമായണം. രാമായണത്തിലെ ശ്രീരാമ ഭഗവാന്റെ പ്രിയ പത്നി സീതാദേവി, ഭൂമിപുത്രിയായ മൈഥിലിയെ ജനക മഹാരാജാവിന് ലഭിച്ചത് മിഥിലയിൽ നിന്ന്. മഹാഭാരതത്തിലെ പുരാതന മതങ്ങളിലൊന്ന് ജൈനമതത്തിൻ്റെ പരിഷ്കർത്താവ് മഹാവീരൻ. ആ മഹാവീരൻ ജനിച്ചത് വൈശാലി. മഹാഭാരതത്തിലെ ആധുനിക മതങ്ങളിൽ ഒന്ന് ബുദ്ധം. ഗൗതമ സിദ്ധാർത്ഥന് ജ്ഞാനോദയം ഉണ്ടായത് ഗയയിലെ ബോധിവൃക്ഷ ചുവട്ടിൽ നിന്നും. മഹാഭാരതത്തിലെ ആദ്യ സാമ്രാജ്യം മൗര്യ സാമ്രാജ്യം. മഹാഭാരതത്തിലെ പുരാതന ജനപദങ്ങളിൽ ഏറ്റവും പ്രധാനം മഗധ. വിഹാരം എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം വാസസ്ഥലം എന്നാണ്. വിഹാരത്തിൽ നിന്നും ഉത്ഭവിച്ച ബീഹാർ. അതെ, പൗരാണിക ഇന്ത്യയുടെ പാരമ്പര്യം പേറുന്നവരാണ് ഇന്നും ആ വാസസ്ഥലത്ത് ബീഹാറിൽ ഉള്ളത്. യാദവ കുലത്തിൻ്റെ താഴ്വേരുകൾ ആഴത്തിൽ പടർന്നു പന്തലിച്ച ഭൂപ്രദേശം സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മാത്രമല്ല, പോരാട്ടത്തിൻ്റെ കൂടി ഭൂമികയായിരുന്നു. ഇതാ മറ്റൊരു പോരാട്ടം പൂർത്തിയായിരിക്കുന്നു. ഇനി അറിയേണ്ടത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ മഗധയുടെ ഗോദയിൽ ആര് വിജയക്കൊടി പാറിക്കും? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ള ബീഹാർ. രണ്ട് ഘട്ടമായാണ് ബീഹാർ ജനവിധി എഴുതിയത്. ആദ്യഘട്ടത്തിൽ 121 സീറ്റുകളിൽ വോട്ടെടുപ്പ് നടന്നുവെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ 122 മണ്ഡലങ്ങൾ ആണ് പോളിംഗ് ബൂത്തിൽ എത്തിയത്. രണ്ട് ഘട്ടങ്ങളിലായി ഉഴുതുമറിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിരുന്നു ബീഹാർ വേദിയായി മാറിയത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കലാശക്കൊട്ടിന് ദേശീയ നേതാക്കൾ ഒന്നടങ്കം ബീഹാറിൽ അണിനിരക്കുകയും ചെയ്തു. NDAയുടെ തെരഞ്ഞെടുപ്പ് റാലിക്ക് സമാപനം കുറിച്ചുകൊണ്ട് സീതാഗഡിൽ NDAയുടെ നേതാവ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയായിരുന്നു ആ കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകിയത്. NDAയുടെ നേതാവ് എന്ന നിലയിലും BJPയുടെ നേതാവ് എന്ന നിലയിലും ആ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ബീഹാറിലെ ജനങ്ങളെ, ഞാനിതാ അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. പക്ഷേ ഉടൻ ബീഹാറിലേക്ക് തിരികെ എത്തും. അത് ഞങ്ങളുടെ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ആയിരിക്കും. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയുടെ ഭാവിയെയും നിലനിൽപ്പിനെയും പോലും ബാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊരു വാചകം കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിക്കാൻ മോദിക്ക് സാധിച്ചത്. മറുഭാഗത്താകട്ടെ RJDയെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ലാലു എന്ന പേര് ബീഹാർ എന്ന സംസ്ഥാനത്തിനോട് ഒപ്പം എഴുതി ചേർത്തിരുന്നുവെങ്കിൽ ലാലുവിൻ്റെ മകൻ നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിന് ഇക്കുറി വിജയക്കൊടി പാറിക്കേണ്ടത് അനിവാര്യമാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഇനി ലാലു പ്രസാദ് യാദവിനോ ലാലു കുടുംബത്തിനോ പ്രസക്തിയില്ലാതാകുന്നു എന്ന് മാത്രവുമല്ല, പാർട്ടി പോലും വിഭജിച്ച് NDAയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗമായി അത് മാറിയേക്കാം എന്നതാണ്. അങ്ങനെയാണ് ബീഹാർ എന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്. ഇനിയുള്ള ഒരു മണിക്കൂർ ബീഹാറിൻ്റെ സാധ്യതകൾ എങ്ങനെ, ബീഹാറിൻ്റെ ചരിത്രം എന്ത് എന്നാണ് ഞങ്ങൾ വിശദമായി പരിശോധിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് മനു ഭരത്തും കിരൺ ബാബുവുമാണ് തത്സമയം ചേരുന്നത്. ആദ്യം മനുവിലേക്ക്. മനു, ഏറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അത് ബീഹാറിനെ സംബന്ധിച്ച് മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് അറിയാൻ പോകുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ബീഹാറിൻ്റെ മനസ്സ് എങ്ങോട്ട് എന്നുള്ളതാണ് മുന്നണികളുടെ പ്രതീക്ഷ. എക്സിറ്റ് പോൾ ഫലങ്ങളെ മഹാസഖ്യം തള്ളിക്കളയുകയും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ NDA പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് അവരുടേതായ ഒരു കണക്കുകൂട്ടൽ ഉണ്ടാകുമല്ലോ. ആ കണക്കുകൂട്ടൽ എപ്രകാരമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, ഇപ്പോൾ പറ്റ്നയിൽ ഈ NDA സഖ്യം അധികാരത്തിൽ വരും എന്ന വലിയ ശുഭാപ്തി വിശ്വാസം അവിടെ മുന്നണികൾക്കുണ്ട്. മാത്രമല്ല, പറ്റ്നയിൽ ഇപ്പോഴൊരു പോസ്റ്റർ ഉയർന്നിട്ടുണ്ട്. ടൈഗർ സിന്ദാ ഹേ എന്ന തരത്തിൽ ഒരു പോസ്റ്റർ ഉയർത്തിയിട്ടുണ്ട്.
അത് നിതീഷ് കുമാറിൻ്റെ പടം വെച്ചാണ് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്ന ഒരു വലിയ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമായി അവിടെ കാണുകയാണ്. അത് പ്രധാനമായി രഞ്ജിത്ത് സിൻഹ എന്ന മന്ത്രിയാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ നിതീഷിന് അനുകൂലമായി അവിടെ വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മഹാഗഡ്ബന്ധൻ ചില പ്രസ്താവനകൾ, മഹാഗഡ്ബന്ധൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില പ്രസ്താവനകൾ അവരിൽ ഒരു വിശ്വാസക്കുറവുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്നു. കാരണം ഇതിൽ പല ആളുകളും പ്രത്യേകിച്ച് തേജസ്വിയൊക്കെ പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കും, പക്ഷേ വിജയിച്ചില്ലെങ്കിൽ അത് വോട്ട് മോഷണം നടത്തിയതിന്റെ ഭാഗമായിരിക്കും ഞങ്ങൾ പരാജയപ്പെടുക. പക്ഷേ മനു, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ അത് NDAക്ക് അനുകൂലമായിരുന്നു എന്നത് നമുക്കറിയാം. അവിടെ തേജസ്വി യാദവ് പ്രധാനമായും പറഞ്ഞത് ഇത്തരം സർവേകളെ ഒന്നും വിശ്വസിക്കേണ്ടതില്ല, ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് മാറ്റത്തിന് വേണ്ടിയാണ്, ആ മാറ്റത്തിന്റെ ശങ്കുലിയാണ് ഈ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനത്തിലൂടെ പ്രകടമാകുന്നത് എന്നതായിരുന്നല്ലോ. പക്ഷേ ഇന്നിപ്പോൾ RJD നേതാവ് സുനിൽ സിംഗ് പറയുന്നത് ഞങ്ങളുടെ പല സ്ഥാനാർത്ഥികളെയും 2020 ബലം പ്രയോഗിച്ച് തോൽപ്പിച്ചു, സമാനമായ രീതിയിൽ തോൽപ്പിക്കൽ ഉണ്ടായാൽ ഇവിടെ ഒരു ജൻസി കലാപം നേപ്പാളിൽ, ബംഗ്ലാദേശിൽ, ശ്രീലങ്കയിലൊക്കെ ഉണ്ടായതിന് സമാനമായ ഒരു കലാപം ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്, സ്വാഭാവികമായും കേസെടുക്കും എന്ന് അവിടുത്തെ DGP വിനയ് കുമാർ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല ചിരാഗ് പാസ്വാൻ മകൻ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ഒരു പ്രതികരണം നടത്തുകയാണ്. അവർ വ്യക്തമാക്കുന്നത് പ്രധാനമായും ഇത് ഒരു തോൽവി ഭയത്തിൽ നിന്ന് ഉയരുന്ന ഒരു ആശങ്കയാണ്. അത് ജയിച്ചാൽ തങ്ങൾക്ക് അനുകൂലം, തോറ്റാൽ അത് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ പരാജയം എന്ന തരത്തിൽ. ഏതായാലും മഹാഗഡ്ബന്ധൻ ഇപ്പോൾ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. തേജസ്വി ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപ് അംഗങ്ങളെയെല്ലാം, പാർട്ടി എല്ലാ മുന്നണിയിലെയും നേതാക്കളെ വിളിച്ച് യോഗം ചേരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് നിലപാട് കൈക്കൊള്ളണം എന്നതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി എന്ന വിവരങ്ങൾ കൂടിയാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അതായത് MLC സുനിൽകുമാറിനെതിരെ ചിരാഗ് പാസ്വാൻ വളരെ ശക്തമായ രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ശരി, അതായത് NDA ക്യാമ്പുകൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുമ്പോൾ ഇതാ മഹാഗഡ്ബന്ധൻ ഒരു സംശയം എന്ന നിലയിലാണ്. പക്ഷേ അപ്പോഴും കിരൺ ബാബു കഴിഞ്ഞ ദിവസം കിരൺ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അങ്ങനെ പൂർണ്ണമായൊന്നും ഈ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കേണ്ടതില്ല എന്നതാണല്ലോ. ചില സാധ്യതകൾ അപ്പുറത്തുമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതിപ്പോഴും തുടരുക തന്നെ ചെയ്യുന്നു എന്നല്ലേ കിരൺ വായിച്ചെടുക്കേണ്ടത്? അഭിലാഷ്, എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് തന്നെ ഇന്ത്യയിൽ നടന്ന എക്സിറ്റ് പോളുകളുടെ ഏറ്റവും ആധികാരികത 18% തെറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബീഹാറിനെ സംബന്ധിച്ച് ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്നുള്ളത് മുൻ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ശരിയാകുമോ തെറ്റാകുമോ എന്നൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. പക്ഷേ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് 2020 തെരഞ്ഞെടുപ്പിൽ അവിടെ 125 സീറ്റുകൾ നേടിക്കൊണ്ട് NDA സഖ്യം അധികാരത്തിൽ വന്നു. 115 സീറ്റുകളാണ് മറിച്ച് അവിടെ മഹാഗഡ്ബന്ധൻ നേടിയത്. അന്ന് 125 സീറ്റുകൾ ഈ മഹാഗഡ്ബന്ധന്റെ ഒരു വിജയമൊക്കെ പലരും പ്രവചിച്ചിരുന്നതാണ്. മഹാഗഡ്ബന്ധനാണ് ഉറപ്പായി വിജയിക്കുന്നതെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. പക്ഷേ ആ എക്സിറ്റ് പോളുകളെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് അവിടെ